തന്നെ ഇന്ന് രാത്രി തരാൻ പോകുക. നഷ്ടപ്പെട്ട പിതൃസ്വത്ത് ഇന്ന് രാത്രി നിനക്ക് തിരിച്ചു തരിക. ദൈവത്തിന് മഹത്വം. ആമേൻ. സമൃദ്ധിയായ ജീവൻ നൽകാൻ നല്ല ദാവീദാകുന്ന യേശു ക്രിസ്തു സ്വർഗ മഹിമ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഞാനും നിങ്ങളും ഒരു കാലത്ത് വരണ്ട സ്ഥലത്ത് കിടന്നതാ. ആർക്കും വേണ്ടാതെ, എല്ലാവരാലും വെറുക്കപ്പെട്ട്, ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ, എല്ലാവരാലും തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട്, മരണഭീതികളിൽ അടിമപ്പെട്ട്, ചിത്തഭ്രമത്തിൽ, ആകുല ചിന്തകളിൽ ഭാരപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും ആ മുൻകാലങ്ങളിൽ ജീവിച്ച സ്ഥലം, ആ വരണ്ട സ്ഥലം, അവിടെ നിന്ന് അവൻ കോരിയെടുത്ത്, സങ്കീർത്തന ഭാഷയെ പറഞ്ഞാൽ നാശകരമായ കുടിയിൽ നിന്നും, കുടഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് നിന്നെ കോരിയെടുത്ത് നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി നല്ല പാറയാകുന്ന ക്രിസ്തുവിൽ കൊണ്ട് നിർത്തുക മാത്രമാണോ നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് നിനക്ക് തിരിച്ചു തരിക. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദാവീദ് പറയുകയാ, നിന്റെ പിതാവിന്റെ സ്വത്ത് ഞാൻ നിനക്ക് എന്ന് പറഞ്ഞാൽ ആത്മീക പാഠം പറഞ്ഞങ്ങ് നിർത്താം. ആദി പിതാവാകുന്ന ആദമിനാൽ, ആദാം മുഖാന്തരം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ സകല സ്വത്തും ആത്മീക ഭാഷയെ പറഞ്ഞാൽ ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ കിട്ടുക. പ്രൈസ് ദ ലോർഡ്. അത് അടുക്കടുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അതിന് മുതിരുന്നില്ല. ആദി പിതാവാകുന്ന ആദാം മുഖാന്തരം മനുകുലത്തിന് നഷ്ടപ്പെട്ടു പോയ സകല സ്വത്തും അധികാരവും അവകാശവും ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ നമുക്ക് തിരികെ തരുന്ന കൃപയ്ക്കായിട്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അതിൽ ഒന്ന് രണ്ട് കാര്യം കമ്പിവാചകം പോലെ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, പറഞ്ഞു നിർത്തുക. ആദ്യത്തെ ആദാമിന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടു. അത് ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്ക് തിരികെ കിട്ടും. ആ അധികാരം എന്താന്ന് ചോദിച്ചാൽ, ദൈവം തമ്പുരാൻ ആദാമിനെ വിളിച്ചു പറഞ്ഞത് മൃഗത്തിനെല്ലാം പേരിടാൻ പറഞ്ഞു. ആദാം ഇട്ടതവയ്ക്ക് പേരായിരുന്നു. അധികാരമുണ്ട്, കാരണം വാടാനല്ലേ കർത്താവ് പറഞ്ഞേ. ആ അധികാരമുള്ളത് കൊണ്ട് കൊമ്പനാന ഇങ്ങോട്ട് വന്നു. അന്ന് ആനയെന്നൊന്നുമല്ല, ഞാൻ മലയാളീകരിച്ച് അങ്ങ് പറയാ. മൃഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തുമ്പിക്കൈയെ പിടിച്ചൊരു തൂമ്പും ആ കൊമ്പയിലൊരു തടകും. ആന പോ. എന്ത് അനുസരണത്തോടെ ആന? നിനക്കിപ്പോ ആനയുടെ പിണ്ടത്തെ ചവിട്ടാൻ വരെ പേടിയാ. സ്തോത്രം. കടുവ അധികാരമുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ അധികാരം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. അതിൽ നീ ചുമ്മാ ബൈക്കാ പോയാൽ അവിടുത്തെ പട്ടി ഉടനെ കുരച്ച് നിന്റെ പുറകെ വരുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം തങ്കച്ചനാ വരുന്നത് പട്ടിക്ക്. ഞാൻ തമാശ പറഞ്ഞതല്ല. അപ്പുറത്തെ പട്ടിക്ക് പോലും നിന്നോട് യാതൊരു ബഹുമാനവും. അത് നിങ്ങളുടെ കുഴപ്പമല്ല. ആദിപിതാവാകുന്ന ആദാം മുഖാന്തരം അധികാരം നഷ്ടപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്കത് തിരികെ കിട്ടും. എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയിൽ പുള്ളിപ്പുലിയും ചെന്നായും കുഞ്ഞാടും കോമസാകലത് ഒന്നിച്ച് മേകുന്നൊരു സുദിനമുണ്ട്. സർപ്പത്തിന്റെ പൊത്തിക്കൊണ്ട് കൊച്ചൻ കൈയിടും. ഒരു ബാബാ സുരേഷും വേണ്ട. ഇപ്പം അദ്ദേഹം വേണം. ഇപ്പൊ അദ്ദേഹത്തെ പോലുള്ളവരും വന്നെങ്കിലേ സ്തോത്രം. നീർക്കോലിയെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചിരിക്കുക. ബാബാ സുരേഷ്. എന്നാൽ 1000 ആണ്ട് വാഴ്ച ഒരു സുരേഷും വരണ്ട. ഈ കൊച്ചൻ കൊണ്ട് ഇങ്ങോട്ട് നോക്കണം. നീ സർപ്പത്തിന്റെ പോത്തി കൈയിടുവന്ന് അവനെ വിളിച്ചു. നീ പാമ്പിന്റെ പൊത്തിക്കൊണ്ട് കൈയിടുവന്ന്. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ ചെറിയ ശിശുക്കൾ യേശുവിന്റെ വരുന്നു പരമേശൻ. ഈ പാരിൽ ഭരണം പരമേൽ വരുന്നു പരമേശൻ. ഈ പാരിൽ അറിയാവുന്നവർ ചേർന്ന് പാടും. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നി
സമമതുപോൽ സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടൂ, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടൂ. ചെറിയ ശിശുക്കൾ യേശുവിൻ രാജ്യം വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അപ്പോൾ ആദിപിതാവാകുന്ന ആദം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ സകല അധികാരവും നമുക്ക് തിരികെ കിട്ടും. മാത്രമല്ല, 2, ആദിപിതാവാകുന്ന ആദാം മുഖാന്തരം തേജസ്സിന്റെ വസ്ത്രം പോയി. ആ ഭാഗമൊന്നും ഞാൻ വിവരിക്കണ്ടല്ലോ. വസ്ത്രം പോയി. തള്ളയായിരിക്കും മിക്കവാറും അത്തിയല തുന്നിയത്, തയ്യക്കാരി. അതുകൊണ്ടാണ് നമ്മൾ പെന്തിക്കോസുകാരിലെ ഈ തയ്യൽ മെഷീൻ ധാരാളം കൊടുക്കാറുണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല. തള്ളയാ ആദ്യത്തെ തയ്യക്കാരി. പെന്തിക്കോസുകാർ കൂടുതൽ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ സെന്ററിന്റെ ഭാഗം ഒരു 5 തയ്യൽ മെഷീൻ. അന്നേരം നേരെ ഉൽപ്പത്തി 3 പോകണം. തള്ള ഇതെല്ലാം കൂടെ തുന്നി വേറെ എന്തുവാ ഇല്ലാതെ. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അത്തിയല കൂട്ടിത്തുന്നി അരയാടി ഉണ്ടാക്കി പോയി ഒളിച്ചത്. എന്നാൽ ഒടുക്കത്തെ ആദാം നിമിത്തം ആ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് തിരികെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഈ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയുണ്ടാ. നമ്മുടെ പെന്തിക്കോസുകാരെല്ലാം വലിയ വലിയ തുണിക്കട കയറിയാ ഇറങ്ങി വരികയല്ലോ. രാവിലെ കയറിയതാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിശേഷിച്ച് ഈ വെളിയിൽ നിന്നൊക്കെ വരുന്നവര് അവിടെ അത് കിട്ടത്തുമില്ലായിരിക്കും, വിലയും കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ ബാക്കുട്ടി നാളെ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം, അയ്യോ നാളെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്, എന്നാലും എപ്പോ പോകുമായിരിക്കും, 7:30 പോകണം എന്നാ സൂസമ്മ പറഞ്ഞത്. അവിടെ ചെന്നപ്പോ കട തുറന്നിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് അടിച്ച് വരാം. അന്നേരം ആ സെക്യൂരിറ്റി പറഞ്ഞ് 8:30 തുറക്കുള്ളൂ. നമുക്ക് ആര്യാസി കയറി 2 തുറന്നുടനെ ചാടി അകത്ത് കയറി. 5-6 നിലയുള്ള കടയാ. അങ്ങ് കയറി അങ്ങ് പോയി. പുള്ളിയോട് പറഞ്ഞ് വിടിരുന്നോളെ. പുള്ളി നിറന്നറാന്ന് അവിടെ. പിന്നെ ചില കടയിൽ കയറി ആ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടുതരും. അവർക്ക് മനസ്സിലായി നല്ല പിടിപ്പുള്ള അച്ചാനും അമ്മാമ്മയാ. പുള്ളി ഒരു 7 ജ്യൂസ് കുടിച്ചു. കുത്തിയിരുന്ന് കുടിക്കുക. തള്ളയും കൂട്ടുതള്ളയും കൂടെ മേളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക. സ്തോത്രം. ഞാനൊന്നും വിവരിക്കുന്നില്ല, എടുത്ത് നോക്കിയിട്ടൊന്നും ഒക്കുന്നില്ലല്ലോ. അത് നിങ്ങളുടെയും കുഴപ്പമല്ല, ആദ്യത്തെ തള്ള കാരണമാണ്. ആ തള്ള ഈ പാപം ചെയ്തത് കൊണ്ടാ ഈ കരിക്കിനത്തിലും കല്യാണിലും പിന്നെ ഇവിടെ ഏതൊക്കെയാ പുതിയതുണ്ടല്ലോ, ഏതാണ്ട് ഉണ്ട്. ഏതാ മോനെ പൂജ, അതെവിടെ കൊട്ടാരക്കല്ലാന്നോടെ പോത്തീസ്. മടയാന്ന് പോത്തീസോ? നിങ്ങളെവിടാ കയറിയേ? പൂജയിലാ കയറി. അവൻ പൂജയിലാ കയറി. ദൈവം നിന്നെ അടിക്കട്ടെ, നീ സത്യം പറഞ്ഞല്ലോ. സ്തോത്രം. അതാരുടെയും കുഴപ്പമല്ല. നേരെ കയറിപ്പോയി. 50,000 എത്ര ലക്ഷത്തിന്റെ അടുത്ത് അടിച്ച് മിന്നുക. എന്നിട്ടും അത് ചേരുന്നില്ലെന്നാ പറയുന്നേ, ഇല്ലേ? ചേരുന്നില്ല. അത് നിങ്ങളുടെയും കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. മൂലകാരണം അവിടെ കിടക്കുന്നത്. സ്തോത്രം. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. അവസാന സെയിൽസ്മാൻ അങ്ങ് പ്രാഴുക. ദൈവമേ, ഫലമൊക്കെ രാവിലെ വന്നിട്ട് 9:30 ആയാലും ഇറങ്ങി. പണ്ട് ഞാൻ പ്രസംഗിച്ചും പറഞ്ഞതാ, ഒരു സംഭവം നടന്നതാ, നിങ്ങളും കേട്ടിട്ടുള്ളത്. ഒന്നുകൂടെ അങ്ങ് പറയുക. നമ്മുടെ കക്ഷിയാ കയറി ചോദിച്ചു, ഈ വേറെ ഏതാന്ന് ചോദിച്ചു. ഇനിയുണ്ടോന്ന് ചോദിച്ചു. ഓരോ തുണി എടുത്ത് കാണിക്കുക. അത് മുഴുവൻ വലിച്ചിട്ട് അവനങ്ങ് കുഴഞ്ഞു. ഇനി ഏതാ? വേറെ ഉണ്ടോ? അവസാനം അവൻ സായിക്കിട്ട് പറഞ്ഞു, ഇനിയുണ്ട്, എൻ്റെ ഉടുതുണി അതരികല്ലെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് മുഴുവൻ അവൻ കാണിച്ചിട്ട് തള്ളക്ക് ചോദിച്ചു, ഇനി ഏതാ? അവൻ പറഞ്ഞു, ഇനി തുണി അത് ഞാൻ കാണിക്കത്തുമില്ല, തരത്തുമില്ലെന്ന് പറഞ്ഞു. എന്നാലേലും ഇറങ്ങിപ്പോകട്ടെന്ന് ഓർത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഈ തേജസ്സിന്റെ വസ്ത്രം അന്ന് നഷ്ടപ്പെട്ടു ആദിപിതാവ് മുഖാന്തരം. എന്നാൽ ഒടുക്കത്തെ ആദാം മുഖാന്തരം ആ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് തിരികെ കിട്ടും.
അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് പറഞ്ഞ പദമെല്ലാം നമുക്ക് മനഃപാഠം. ആ മരണ വീടുകളിലൊക്കെ ആ പദം കൂടെ കൂടി അഭിഷിക്തന്മാര് പറയും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ന്യായ പ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതൊരു ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു മല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരത്തിന്റെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനം അവിടെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കപ്പെടുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ കെടുതി ക്ഷീണോ ഈ കെടുമതികളെല്ലാം മാറും. നിനക്ക് തേജസ്സിന്റെ വസ്ത്രം കിട്ടുമെന്ന്. അതാണ് നമ്മുടെ പ്രത്യാശ. ഇത് കാൽവരിയിൽ നമുക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി തന്നു. ഇന്ന് രാത്രി നിന്റെ നിരാശകൾ, ഭീതി, മരണഭീതി, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിപിതാവ് മുഖാന്തരം മരണം വന്നു, മരണഭയം വന്നു. ഒടുക്കത്തെ മുഖാന്തരം പറയാ ഇനി മരണം ഉണ്ടാകത്തില്ല. ഒന്നാമത്തെ ആദാം മുഖാന്തരം മരണം സംഭവിച്ചപ്പോൾ ഒടുക്കത്തെ ആദാം മുഖാന്തരം മരണം നീങ്ങുക മാത്രമാണോ നമുക്ക് ജയം തന്നിരിക്കുക. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തളിക്കുകയും കൊടയുകയും മെടുക്കുകയോ ഒന്നുമില്ല. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടോണം. അഭിഷേകം പ്രാപിക്കണം. ആ പറവൊക്കെ എടുത്ത് ചിലർ വാദിച്ചോട്ടെ, മറുഭാഷ പറയണമെന്ന്. നിന്ന് പോയെന്ന് ചിലർ പറയുന്നു. അവർക്ക് നിന്നായിരിക്കും, എനിക്ക് നിന്നിട്ടില്ല. എന്നെ പോലെയുള്ളവർക്കും. പിന്നെ നിന്നോ നിന്നില്ലയോ, നിന്നോ തർക്കിക്കാൻ ഞാൻ ആളല്ല. നിന്നോ നിന്നില്ല, നിന്നോ നിന്നില്ല എന്നതാണ്. അയ്യോടി, ഗുരുവും ശിഷ്യനും കൂടെ എത്ര ദിവസവും എത്ര നാള് തർക്കിച്ചു. ഗുരുവും ശിഷ്യനും ആരാന്ന് മനസ്സിലായി കാണും. കേരളത്തിലെ ഗുരു ആറാട്ടുപുഴ യോഗം നടത്തി പറയും നിന്നെന്ന്. ശിഷ്യൻ പൂവത്തൂര് യോഗം ഇട്ട് പറയും നിന്നിട്ടില്ലെന്ന്. ഗുരുവും ശിഷ്യനും ആരാന്ന് മനസ്സിലായല്ലോ. സ്തോത്രം. ഇത് തർക്കിക്കാനും വാദിക്കാനും ഒന്നുമില്ല. ഇത് നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം. അത് ഞാൻ മിക്കയിടത്തും പറയുന്നതാ. നമ്മുടെ ഭാഷയാ, പെന്തിക്കോസ് ഭാഷയാ. പോരാട്ടവും ബന്ധനവും ആഭിചാരവും ശൂദ്രവും മാന്ത്രവും താന്ത്രമുള്ള വീടുകളിൽ, ദേശമോ വീടുകളോ ഉണ്ടെങ്കിൽ ആമൻ ആത്മനിറവിനെ പ്രാപിച്ച ദൈവമക്കൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ന് മുഴങ്കാലം അടക്കി, എൻ്റെ ഭാഷയാ, തമ്പേറുമൊക്കെ എടുത്തോണ്ട് എന്ന് മുഴങ്കാലം അടക്കി പാട്ട് പാടി ആത്മനിറവിൽ മറുഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ സകല കെട്ടും പൊട്ടുമെന്നായി പറഞ്ഞത്. ഇത് നിന്നിട്ടില്ല. നിനക്ക് നിന്നിട്ടില്ല, ഇത് നിൽക്കത്തില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ നിന്നോടല്ല ദൈവത്തോടാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിനെ പ്രാപിച്ചോണം. തർക്കിക്കാൻ ഞാനല്ല, വാദിക്കാനും ആളല്ല. നിന്നിട്ടില്ല. രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശ എടുക്കണം, വേർപാട് പാലിക്കണം. സ്തോത്രം. നീ കൂട്ടായ്മ ആചരിക്കണം. വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. അങ്ങനെ വിശ്വസ്തയോടെ നിൽക്കുന്നവർ കാകളം അങ്ങോട്ട് ഒതുനിക്കുമ്പോൾ ഈ മൺമയമായ ശരീരം അങ്ങ് മാറും. തേജസ്സിന്റെ ശരീരം നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. സകല ഭീതികൾ മാറും, സകല മരണഭീതി മാറും. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പഴയ പാട്ടിന്റെ രണ്ടടി പാടി ഇന്ന് രാത്രി നമുക്ക് യോഗം അങ്ങ് നിർത്താം. എന്നോട് കൃത്യമായിട്ടൊരു സമയം 9 അങ്ങോട്ട് പറഞ്ഞു തോന്നില്ലയോ? 9 കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തുവായി? അത്ര ആയുള്ളൂ. ഞാനോർത്ത് 10-10 ആയത്. എന്നാ ഇനി ഇത് മതി. സ്തോത്രം. ഈ പ്രകൃതിയെല്ലാം മാറും. ആദിപിതാവിനാൽ നഷ്ടപ്പെട്ടതെല്ലാം, ആദ്യത്തെ ആദാമിനാൽ നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുക.
അത് കാൽവരിയിൽ നമുക്ക് വേണ്ടി നിറവേറ്റി, സകലത് നിവൃത്തിയാക്കി അവിടുന്ന് കടന്നുപോയി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള അവിടുന്ന് വരും. എന്തിന്? തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. വിശ്വസ്തയോടെ ദൈവത്തെ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, മക്കളെ നിങ്ങളെല്ലാം ദൈവകൃപയിൽ നിന്നോണം, സിനിമ ഒന്നും കാണരുത് കേട്ടോ. ആരെയും നേർച്ചയോ കാഴ്ചയോ കൊണ്ട് തന്നാൽ തിന്നേക്കരുത്. പിള്ളേർക്ക് അവരോട് പിണങ്ങൊന്നും വേണ്ട, പറയണം ഞങ്ങൾ പെന്തിക്കോസുകാരാ, ഞങ്ങൾക്കിത് പെൺപിള്ളേരോട് പൊട്ടൊന്നും പോയി തൊടരുത്. കൂട്ടുകാർ പറയും ഇടി നിനക്ക് ഇണങ്ങുന്നുണ്ട്, തൊടരുത്. തള്ളമാരോട് പറയാം കൊച്ചുങ്ങളെ പെന്തിക്കോസുകാരി കൊച്ചുങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത്. തിന്തരികിടതും കുച്ചിപ്പുടി, അവസാനം ഇവള് കുച്ചിപ്പുടി പിടിച്ച് നിന്റെ ഉച്ചി പിടിക്കും, ഒത്ത അവനെയും പിടിക്കും. മനസ്സിലാകുന്ന ഈ പറയുന്ന കാര്യം. വേർപാട് പാലിച്ചോണം. പെന്തിക്കോസുകാരോടാ പറയുന്നത്, യോഗ്യമായ വസ്ത്രം ധരിച്ചോണം. ഇതൊക്കെ ഞാൻ പറഞ്ഞാലേ ഒക്കുവുള്ളൂ, അതുകൊണ്ടാ. സ്തോത്രം. യോഗ്യമായ വസ്ത്രം ധരിച്ചോണം. മോള് വസ്ത്രം എടുക്കുമ്പോൾ അമ്മ പറയണം, മോളെ നമ്മൾ പെന്തിക്കോസുകാർ. തള്ളയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ അവള് കുറച്ചുകൂടെ മര്യാദയാ. പിന്നെ സ്തോത്രം. ആൺപിള്ളേരോടും പറയാ, നീ കോക്കാമ്പീച്ചൊന്നും കാണിക്കരുത്, നീ പെന്തിക്കോസുകാരനാ. മാനം മര്യാദയ്ക്ക് ജീവിച്ചോണം. അയലത്തുകാരോട് പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത്. അതിന് തർക്കമാ. ഒരടി കൂടുതൽ എടുത്ത് കൊടുത്തേക്കണം. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവല്ലേ? പോകുന്നില്ലേ? ആർക്കും പോകണ്ടേ? അമ്മ കൊച്ചമ്മ ഇങ്ങോട്ട് നോക്കിയെന്നേ അല്ലേ? പിന്നെ ചെവിയൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ മേലോട്ട് പോവല്ലേ? സഹോദരനോ അയലത്തുകാരൻ ഒരു ചുവടെടുത്ത് കൊടുത്തേക്കണം. നിനക്കൊരു ദോഷവും വരികയല്ല. സ്തോത്രം. ഇപ്പൊ ചക്ക, ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് ചക്കയുടെ സീസണാ. ചക്ക ഉണ്ടെങ്കിൽ നിനക്ക് ഒരു ചാകണി കളയാനോ എന്നാലൊരു സഹോദരി പറഞ്ഞ് അരക്ക, പിന്നെ ചക്കയ്ക്കകത്ത് തന്നെതാ അമൃതാന്ന് ഇറങ്ങി വരുന്നത്. ഇതൊന്നും കഴിയല്ല. അപ്പൊ കഴിയത്തില്ലെങ്കിൽ കഴിവുള്ളവർക്ക് കൊടുത്തേക്കണം. സ്തോത്രം. ആ തേങ്ങ ഇടുമ്പം 50 തേങ്ങ കിട്ടുന്നെങ്കിൽ ഒരു 10 തേങ്ങ പെയ്ത്തോമിൽ 5, 50 ആണെങ്കിൽ 100 ആന്നേ 10 പെയ്ത്തോമിൽ, 10 എണ്ണം മറ്റുള്ളവർക്കും. 80 എണ്ണം പോരെ? പറ. 100 വേണോ? നിങ്ങൾ പറ, എന്തേലും പറ. പറ. 80 പോരെ? അല്ല അറിയണം, അതിനാ ചോദിച്ചത്. ഇതിനൊക്കെ സഭ നിനക്ക് 5 ഏക്കർ സ്ഥലം ഉണ്ടല്ലേ, 10 ഏക്കർ ഉണ്ടല്ലേ, 2 ഏക്കർ ഉണ്ട്. അങ്ങനെ സ്ഥലമുള്ളവരെല്ലാം കൂടെ 1 ഏക്കർ സ്ഥലമെങ്കിലും സഭയ്ക്ക് കൊടുക്കണം. 10 ഏക്കർ ഉണ്ടെങ്കിൽ 1 ഏക്കർ കൊടുക്കാം. അല്ലാതെ 5.5 സെന്റിനകത്ത് ഒരു ഹോള് വെച്ചേച്ച് അപ്പുറത്തോട്ട് ഇറങ്ങാൻ മേല ഇപ്പുറത്തോട്ട് ഇറങ്ങാൻ മേല. പാസ്റ്റോട് പറഞ്ഞ് മേളിപ്പണി. അഞ്ചര സെന്റ് സഭയ്ക്ക് കൊടുത്തേച്ച് പിന്നെ ഇവൻ ആ സഭ നിയന്ത്രിക്കുന്നത് എന്നതാടാ? മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? നിനക്ക് 2-3 ഏക്കർ ഉണ്ടെങ്കിൽ സഭയ്ക്ക് കൊടുക്കേ. ഇതൊന്നും കൊണ്ട് നീ ഒന്നും പോകുകയല്ല. കൂട്ടി കിട്ടായി കൊച്ചുങ്ങൾ നിനക്ക് ഗുണവും വരുത്തുകയല്ല. ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. നിനക്ക് വല്ല ഗുണവും വരണമെങ്കിൽ ദൈവം തമ്പുരാൻ അയക്കണം. അതുകൊണ്ട് നല്ല രീതി ജീവിക്കേ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, ആരോടും വഴക്കുണ്ടാക്കരുത്, അയലത്തുകാരോടൊന്നും കയറി വഴക്കുണ്ടാക്കരുത്, സഹോദരങ്ങളുമായിട്ട് കൊമ്പ് ഇതോടെ പറഞ്ഞേച്ചേ നിർത്തുന്നുള്ളൂ. സഹോദരങ്ങളോടൊന്നും കയറി വഴക്കുണ്ടാക്കരുത്. സ്തോത്രം. കഴിയുമെങ്കിൽ സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചോണം. വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കണം. നമ്മളെ കാണുന്നവർ പറയണം അവ ദൈവ പൈതലാന്ന് പറയണം. സാക്ഷ്യത്തോടെ ജീവിച്ചു. നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. നഷ്ടപ്പെട്ടു പോയതല്ല നമുക്ക് തിരികെ കിട്ടും. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന കർത്താവിന് കരമുയർത്തി ഹല്ലേലൂയ പാട്. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് കൈയടിച്ച് പാടാം. ദൈവദാസന്മാരെല്ലാം ഒന്ന് സ്റ്റേജിൽ നിന്നൊന്ന് എഴുന്നേക്കാമെങ്കിൽ, നിങ്ങൾ ആരും എഴുന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ പോകും. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ മതി. നമുക്ക് ഒടുവിൽ എഴുന്നേറ്റ് പോകാം. അപ്പൊ ഈ 2 ശീലി പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഈ ദ്രവത്വമുള്ളതങ്ങ് മാറും, അദ്രവത്വമായതൊന്ന് കിട്ടും. ഈ മന്മയമായത് മാറും, വിണ്മയമായതിന് ലഭിക്കും. തേജസ്സിന്റെ വസ്ത്രവും തേജസ്സിന്റെ ശരീരവും അവിടുന്ന് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആ മണ്ണിൽ മൗനമുറങ്ങോ തന്റെ വിശുദ്ധ എല്ലാ നിമിഷ മണ്ണിൽ മൗനമുറങ്ങോ തന്റെ കൈയടിച്ച് എല്ലാ നിമിഷ കാകല തോണിയിങ്കൽ കാകല തോണിയിങ്കൽ കാകല തോണിയിങ്കൽ കാകല തോണിയിങ്കൽ ഉയർത്തിടും തിരുമുഖങ്ങൾ
ചടുചട ഉയർത്തിടും തിരുമുഖം കാൺമാൻ പരനെ നിന്നെ കാൺമാൻ എനിക്കധികം. ചേർന്ന് പാടാം, കൈയടിച്ച് പാടാം. ഓ പരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. ഓ പരനെ നിൻമുഖം, പരനെ നിൻമുഖം, പരനെ നിൻമുഖം, പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനും ഉണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. യുദ്ധരല്ല ഗീതം പാടൂ തന്റെ വരവിൽ. യുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ. ആർത്തും കോച്ചിക്കും, ആർത്തും കോച്ചിക്കും, ആർത്തും കോച്ചിക്കും, ആർത്തും ഘോഷിക്കും. ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ. പരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതി. ഓ പരനെ നിന്നെ കാൺമാൻ കൊതിയുണ്ട്. പരനെ നിൻമുഖം, പരനെ നിൻമുഖം, പരനെ നിൻമുഖം, പരനെ മുഖം ഓ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. ഓ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധ. ഓ എല്ലാ നിമിഷ മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം. കാകല ധ്വനിങ്കൽ, കാകല ധ്വനിങ്കൽ, കാകല ധ്വനി, കാകല ധ്വനി. ഓ ചടുചട ഉയർത്തിടും തിരുമുഖം കാണുമ്പോൾ, അടുത്തടെ ഓ തിരുമുഖം കാണുമ്പോൾ. ഓ പരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിന്നെ ഹല്ലേലൂയ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിൻമുഖം, പരനെ നിൻമുഖം, പരനെ നിൻമുഖം, പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനും ഉണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനെ നിന്റെ വരവൂ ഏതു സമയം ഓ അറിയുന്നില്ല. പരനെ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനെ നിന്നെ ഓ ശബടമനപടമല തിരുവികപടപടപടല കൊതിയുണ്ട്. പരനെ നിന്നെ കാണോ. ഓ എനിക്കധികം കൊതി. പരനെ നിൻമുഖം, പരനെ നിൻമുഖം, പരനെ ഊടാറവ ശബടമനപടമല തിരുവികപടപടപടപടല കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനി. നമ്മുടെ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ആമേൻ. നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നമ്മുടെ രോഗം ഇന്ന് രാത്രി തീരുകാമല്ലോ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല.
ഇമ്പമായ എപ്പോഴും കേൾക്കുന്നു. ഗീതം ഗായന ഇമ്പമായ എപ്പോഴും കേൾക്കുന്നു. അവനീന്തും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുവാൻ ദൈവം കൃപ നൽകി. ദൈവത്തിന്റെ മഹത്വം ക്ഷണിച്ച PYP അംഗങ്ങൾക്ക് എല്ലാവർക്കും ചുമതലപ്പെട്ടവർക്ക് നന്ദി. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവജന ശുശ്രൂഷ ബഹുമാന്യ കർത്താവിന്റെ ദാസനോട് കൂടെ കടന്നു വന്ന ബഹുമാന്യ പ്രിയ സഹോദരങ്ങളോട് ദൈവദാസന്മാരോട് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങൾ വകവയ്ക്കാതെ രാത്രി യോഗങ്ങളിൽ കടന്നു വരികയും ഇതുവരെ പ്രാർത്ഥനയോടെ ശാന്തമായിരുന്ന ബഹുമാന്യ കത്തുദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും